നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലേന്ദ്രനോട് മാലതി പറഞ്ഞു, ബാലേന്ദ്ര, എല്ലാം സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകാൻ നോക്ക്. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോകും. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, കുടുംബമോ? എന്തു കുടുംബം? ഏത് കുടുംബം? എനിക്കിപ്പോ ഇവിടെ എവിടെയാ കുടുംബം ഉള്ളത്? എന്റെ കുടുംബമൊക്കെ പണ്ടേ തകർന്നു. കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും കെട്ടിപ്പടുത്തുയർത്തിയ ഒരു കുടുംബം, അതൊക്കെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ തകർന്നു പോയതാ. ഇനി എനിക്കൊരു കുടുംബവും ഇല്ല. ഇത് കേട്ടപ്പോൾ മാലതി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് ബാലേന്ദ്ര. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എൻ്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടായാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഗംഗേട്ടന് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ മാലതി ചേച്ചി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നിമിഷം മാലതി നിശബ്ദയെ കണ്ടോ, മിണ്ടുന്നില്ല. കാരണം എന്താ? ആർക്ക് സഹിക്കാൻ പറ്റില്ല ഇത്രയും വലിയ ചതി ചെയ്ത് എന്നെ ഈ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നേ. എങ്കിലും എന്നോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. ഇത്രയും കാലം ഈ 10-23 വർഷക്കാലം എന്നെ ചതിച്ചില്ലേ എല്ലാവരും കൂടെ ചേർന്നിട്ട്? ഗംഗേട്ടനും മാലതി ചേച്ചി ഉൾപ്പെടെ അതിനെല്ലാവരും കൂട്ടുന്നില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തേ? എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ മതിയാവൂ. ആ സമയത്ത് ബാലേന്ദ്രൻ്റെ മുഖത്തെ ദേഷ്യവും സങ്കടവും കണ്ടപ്പോൾ അവർക്ക് വിഷമം വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു പോയി. അത് മറച്ചു വെച്ചു. അത് വൈജയന്തിക്ക് വേണ്ടി മാത്രമാണ് മറച്ചു വെച്ചേ, അവൾക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഗംഗാധരന് ബാലേന്ദ്രനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഗംഗാധരനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മാലതി പറഞ്ഞു, ബാലേന്ദ്ര ഒന്ന് സമാധാനപ്പെടാനോ? എങ്ങനെ സമാധാനപ്പെടാനാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായെങ്കിലോ നിങ്ങൾ സമാധാനിക്കുമോ? ഒരിക്കലും ഇല്ല. എമ്പണ്ടേ നിങ്ങൾ ഡിവോഴ്സായി പോയേനെ. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ഒന്നും വല്ലാത്ത പോലെയാ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വെറും മിഥ്യാധാരണ മാത്രമായിരുന്നു എനിക്ക് മനസ്സിലായി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് പെൺകുഞ്ഞായിരുന്നോ ആൺകുഞ്ഞായിരുന്നോ? ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ബാലേന്ദ്രൻ്റെ ചോദ്യം. അലീനയാന്നൊക്കെ അറിയാം, പക്ഷെ ഇവരെന്താ ഏതാ പറയണമെന്നറിയാലോ. മാലതി പറഞ്ഞു, അത് ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയത്. ഓഹോ, പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നിട്ട് എങ്ങനെയായി? ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ട്? ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയോ? അത് ബാലേന്ദ്ര, കാര്യം എന്താ വെച്ചാൽ പറ. ഞങ്ങൾക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. തിരുവനന്തപുരത്തുള്ള രാവണി മേനോൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അടുത്തോ? അല്ല, അവിടെ വെച്ചാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നേ. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞു മരിച്ചു പോയെന്നാ പറഞ്ഞേ. മരിച്ചു പോയെന്നോ? അതെ, മരിച്ചു പോയെന്ന്. പക്ഷേങ്കിൽ അതിന് ശേഷം അറിഞ്ഞു കുഞ്ഞിനെ ഏതോ ഓർഫനേജിൽ കൊടുത്തെന്ന്. ഓർഫനേജ് വെച്ച് കുഞ്ഞു മരിച്ചു പോയെന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയിട്ടില്ല. ഓ, നിങ്ങളതെല്ലാം കൂടെ വിശ്വസിച്ചുകൊണ്ടിരുന്നില്ലേ? പക്ഷെ ഞാൻ പറയുന്നു, ആ കുഞ്ഞു മരിച്ചു പോയിട്ടില്ലെന്ന്. മരിച്ചു പോയിട്ടില്ലെന്നോ? ബാലേന്ദ്രൻ എങ്ങനെ അറിയാം? അതെന്തേലും ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്ത ക്രൂരതയുണ്ടല്ലോ, അതാർക്കും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല. ഞാൻ ചെന്ന് കാണുന്നുണ്ട് അവളെ, ആ വൈജയനെ. വേണ്ട ബാലേന്ദ്ര, വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഇത്രയും കാലമായി നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങളെ ശരിക്കും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനായിട്ട് വൈജയ്ക്ക് പറ്റിയിട്ടുണ്ടോ? വൈജയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നോ? ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, എനിക്കറിയാവുന്ന വൈജ ഇങ്ങനെ ആയിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് അവളുടെ സ്വഭാവം ഇതല്ലായിരുന്നു. കല്യാണത്തിന് ശേഷം അവൾക്ക് മാറ്റം സംഭവിച്ചേ. അപ്പോഴേക്കും മാലതി പറഞ്ഞു, അതാ പറഞ്ഞേ, അവൾക്ക് കുറ്റബോധം ഉണ്ട് ഉള്ളിൽ. നിങ്ങളെ ചതിക്കുന്നതിൻ്റെ കുറ്റബോധം. അതുകൊണ്ടാണ് അവൾ എല്ലാവരുടെയും മുന്നിൽ കൃത്രിമമായിട്ട് ദേഷ്യമൊക്കെ അഭിനയിച്ച് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ ചിലപ്പോൾ എന്തെങ്കിലും കടുകയോ ചെയ്തെന്നിരിക്കും. ഓ, അപ്പം നിങ്ങൾക്ക് അവളെക്കുറിച്ച് ഓർത്തിട്ട് സമാധാനക്കേടല്ലേ? അപ്പം ഞാൻ ഇത്രയും വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇത്രയും വലിയ ചതിയും വഞ്ചനയും കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയുടെ സ്നേഹം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പോഴേക്കും ഗംഗാധരൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ബാലേന്ദ്ര, ആ വിഷയം വിട്. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തി മുറിവേൽപ്പിക്കാന്നല്ലാതെ അതും കൊണ്ട് എന്ത് പ്രയോജനമുള്ളേ? ഈ ബാലേന്ദ്രൻ വിടാനോ? ബാലേന്ദ്രൻ അങ്ങനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ ബാലേന്ദ്രൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്കില്ല ഗംഗേട്ട. എന്ത് ചെയ്യണമെന്ന് ബാലേന്ദ്രന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ ഇത്ര ദൂരം വരെ ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന കാര്യം ഒരു കാരണവശാലും വൈജയന്തി അറിയാൻ പാടില്ല. അതും പറഞ്ഞ് ബാലേന്ദ്രൻ പിന്നെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്രൻ മതി കുടിച്ച കുറേ സമയമായല്ലോ. കുറേ സമയമായെന്നോ? എനിക്ക് മതി മറന്ന് കുടിക്കണം.
എൻ്റെ മനസ്സൊന്ന് തണുക്കണമെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതും പറഞ്ഞ് ഗംഗാധരനെ ദേഷ്യപ്പെട്ടു. അല്ല ഗംഗാധര, അല്ല ബാലേന്ദ്ര, ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാനോ? അല്ല മാലതി ചേച്ചിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കല്യാണത്തിന് മുമ്പുണ്ടെന്ന് അറിഞ്ഞാൽ ഗംഗായിട്ട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യോ? അത് പിന്നെ ആർക്കും പറ്റില്ല. ഇതൊക്കെ തന്നെയാ, എല്ലാവർക്കും അവനവൻ്റെ കാര്യം വന്നു കഴിയുമ്പോഴോ പൊള്ളത്തുള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിലായി അഭിപ്രായം പറയാൻ 100 നാവായിരിക്കും. ബാലേന്ദ്രനോട് അത്ര നല്ല മദ്യവെച്ചിരിക്കുന്ന ആളോട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കുറേ സമയം കൂടെ കഴിഞ്ഞിട്ട് ഗംഗാധരനും ഭാരതിയും കൂടെ വീട്ടിലേക്ക് പോകുവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാരതി ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഗംഗേട്ട, എന്താ കാര്യം? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക? 10-23 വർഷക്കാലം മുമ്പ് നടന്ന കാര്യമല്ലേ? അതാ എനിക്കും അറിയില്ലാത്ത. അല്ല അച്ഛനിപ്പം ജീവിച്ചിരിപ്പില്ല, പിന്നെ രാവണിമേനോനും അവരും ജീവിച്ചിരിപ്പില്ല. അപ്പം പിന്നെ ആരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അത് ശരിയാണല്ലോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വേറെ അധികം ആർക്കും അറിയത്തില്ല. അപ്പം പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോൾ അമ്മ എങ്ങാനും പറ്റുമോ? അമ്മ എങ്ങനെയൊന്നും പറയാൻ വഴിയില്ല. ഇത് വേറെ ഏതോ ഒരു ഇതിലൂടെ കടന്നു പോയിരിക്കുന്നത്. എങ്കിൽ വേറെ എങ്ങനെയോ ബാലേന്ദ്രൻ അറിഞ്ഞിരിക്കുന്നത്. അത് അപകടമാണ് മാലതി. ഇത് ചിലപ്പം വൈജി അറിയുമ്പോഴേ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ബാലേന്ദ്രൻ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് കട്ടക്കലിപ്പിൽ അദ്ദേഹം ഇരിക്കുന്നത്. ആ സമയം വൈജയന്തിക്ക് ആ ടെൻഷനാണ്. ഇതുവരെയായിട്ടും ബാലേന്ദ്രൻ വന്നിട്ടില്ല. വിളിച്ചു നോക്കാവുന്നിടത്തൊക്കെ വിളിച്ചു നോക്കി, ഒരിടത്തും ബാലേന്ദ്രനെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഒടുവിൽ ഗംഗാധരനെ തന്നെ വൈജയന്തി വിളിക്കണം. വൈജയന്തി വിളിച്ചിട്ട് പറഞ്ഞു, ഗംഗേട്ട ഇതുവരെയായിട്ടും ബാലേന്ദ്രൻ വീട്ടിൽ വന്നിട്ടില്ല. ബാലേന്ദ്രനെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. എവിടെ പോയി എന്ത് പോയി എങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇതുവരെയായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ടില്ല. മാറി നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. അതിനുശേഷം മാറി നിൽക്കുന്നത്. ഇന്ന് ഞാൻ വരത്തില്ല, അല്ലെങ്കിൽ മറ്റന്നാളോ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ വിളിച്ചു പറഞ്ഞില്ല, ഒന്നും എവിടെയാ എന്താണെന്നും അറിയത്തില്ല. അപ്പോഴേക്കും ഗംഗാധരൻ ആശ്വസിപ്പിച്ചു, അവനൊരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, അവനങ്ങോട്ട് തിരികെ വന്നോളൂ. ചിലപ്പോൾ അവന് ടെക്സ്റ്റൈൽസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാനായിട്ട് പോയിരിക്കുമായിരിക്കും, അതിൻ്റെ പർച്ചേസും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട്. എന്നാലും ഇത്ര ഇങ്ങനെ പോകുമോ? ഒരു വാക്ക് പോലും പറയാതെ വിളിച്ചിട്ട് ഫോൺ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. എന്തിനും ഇതിനൊരു പരിഹാരമില്ലേ വൈജയ്? അവനങ്ങോട്ടേക്ക് വന്നോളും. ഇന്നല്ലെങ്കിൽ നാളെ അവനങ്ങോട്ടേക്ക് വരും. അല്ല ഗംഗേട്ടനെ വിളിച്ചൊന്നുമില്ല ബാലേന്ദ്രൻ. എന്നെയോ? എന്നെ എന്തിനാ വിളിക്കണേ? എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് വൈജയന്തിയെ സമാധാനിപ്പിച്ചു. പക്ഷെ വൈജയന്തിക്ക് നല്ല ടെൻഷനാണ് ബാലേന്ദ്രൻ വരാത്തതിൻ്റെ. ഇന്നൊരു ദിവസം അവിടെ നോക്കാം എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തി ചോദിച്ചു, അല്ല ബാലേന്ദ്രനെ കുറിച്ച് വല്ല വിവരം അറിഞ്ഞോ? അലീന പറഞ്ഞു, ഇല്ല മാഡം, അതിനെക്കുറിച്ച് സാറിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അല്ല മനു എന്തേലും വിളിച്ച് നിന്നോട് പറഞ്ഞോ? ഇല്ല, മനുവേട്ടനൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. മനുവേട്ടൻ നമ്മൾ പറയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണേ. വൈജയന്തിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല. വൈജയന്തി രാവിലെ ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങുക. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല മാഡം ഓഫീസിലേക്കാണോ? പിന്നെ അല്ലാതെ ഞാനിവിടെ കുത്തിയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈജയന്തി അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നാലും ബാങ്കിൽ ചെന്നാലും വൈജയന്തിക്ക് ടെൻഷനായിരുന്നു. ബാലേന്ദ്രൻ വന്നോ ഇല്ലയോ? ബാലേന്ദ്രൻ നമ്പറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ വിളിച്ചിട്ട് കിട്ടണില്ല. നീ എവിടെ പോയതായിരിക്കും? അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. സമയം പോകുന്തോറും വൈജയന്തിക്ക് ടെൻഷൻ കൂടി വന്നു. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ വേറെ എങ്ങോട്ടേലും പോയേക്കുവാണോ? അത് തന്നോടുള്ള ദേഷ്യത്തിലാണോ? തന്നോട് ദേഷ്യപ്പെടാൻ തക്ക തെറ്റൊന്നും താനിപ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്നും മനസ്സിലായില്ല. അങ്ങനെ ആ ഒരു ടെൻഷനിൽ വൈജയന്തി ഇരിക്കുക. പക്ഷെ വൈജയന്തിക്ക് അറിയില്ലല്ലോ ഇനി വരാൻ പോകുന്ന വലിയ ദുരന്തം എന്താന്ന്. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞിട്ട് വൈജയന്തിയെ വിളിച്ച് മുറിയിലേക്ക് കയറ്റുന്നുണ്ട്. അതിനുശേഷമാണ് സത്യാവസ്ഥകളൊക്കെ ചോദിക്കുന്നത്. വൈജയന്തിക്ക് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്നുള്ള ആ ചോദ്യത്തിന് മുന്നിൽ വൈജയന്തി പതറിപ്പോകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുന്നുണ്ട്. വൈജയന്തിയുടെ മുഖം മൂടി അങ്ങനെ ബാലേന്ദ്രൻ്റെ മുന്നിൽ അടിഞ്ഞു വീടുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.